നമസ്കാരം. നാട്ടുകൾ വിഷന്റെ ന്യൂസ് at 10 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക്. തച്ചനാട്ടുകരയിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ, മാതാപിതാക്കൾ നിയമ നടപടിയിലേക്ക്. വിശദമായ വാർത്തയിലേക്ക്. തച്ചനാട്ടുകര ചോളോട് ചെങ്ങണക്കാട്ടിൽ പ്രശാന്ത് കുമാറിൻ്റെയും സജിതയുടെയും മകളാണ് ആശ്രിനന്ദയുടെ മരണത്തിൽ നിയമ നടപടികളുമായി മാതാപിതാക്കളും ബന്ധുക്കളും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ബാലാവകാശ കമ്മീഷൻ, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങി എല്ലാ മേഖലയിലുള്ള വകുപ്പുകളിലേക്കും ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകാനാണ് വീട്ടുകാരുടെ തീരുമാനം. ഇന്നലെ വൈകിട്ട് പ്രദേശത്തെ പ്രാദേശിക ദൃശ്യ പത്ര മാധ്യമ പ്രവർത്തകർ പ്രശാന്തിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീകൃഷ്ണപുരം സെൻറ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആശ്രിനന്ദ. പഠിത്തത്തിൽ മിടുക്കിയും നല്ലൊരു ചിത്രകാരി കൂടിയാണ് ആശ്രിനന്ദ. മീറ്റിങ്ങിന് വിളിച്ചു. അവിടുന്ന് ഓരോ കുട്ടികളെയും സെപ്പറേറ്റ് വിളിച്ച്, അന്ന് സ്റ്റെല്ല എന്ന് പറഞ്ഞൊരു മാഡമാണ് അവിടെ ഇരുന്നായിരുന്നു. അവർ സെപ്പറേറ്റ് വിളിച്ച് മോളെയും വിളിച്ച് പറഞ്ഞു, അവൾക്ക് ഇവർ എത്ര 6.5 മാർക്ക് 1.5 മാർക്കിൻ്റെ കമ്മിയാണ്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്നോട്. കമ്മി ഉണ്ട് അതിനകത്ത്. ഞാൻ അടുത്ത പ്രാവശ്യം ഇത് കവർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ് 9ൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് തന്നെ മാറ്റിയിരുത്തും, 8ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലെറ്ററിൻ്റെ ആവശ്യമുണ്ടോ? അത് സ്കൂളിൻ്റെ റൂളാണ്, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണോ അവൾക്ക് ഇനി അടുത്ത പരീക്ഷയിൽ മാർക്ക് കുറയുന്നത്, നിങ്ങൾ നടപടി എന്ത് വേണമെന്ന് വെച്ചാലും എടുത്തോളൂ, അത് അക്സെപ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, 8ാം ക്ലാസ്സിലേക്ക് കൊണ്ടേ ഇരുത്തും തന്നെ പറഞ്ഞിട്ട് എഴുതി തരണമെന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് എഴുതിപ്പിച്ചു. മോളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് പാരൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. വിദ്യാലയത്തിൽ നിന്നുണ്ടായ മാനസിക പീഡനം കാരണം തിങ്കളാഴ്ച സ്കൂൾ വിട്ടു വന്ന ശേഷം വീടിന് 2ാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയാണുണ്ടായത്. മരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ബുധനാഴ്ച രക്ഷിതാക്കൾ സ്കൂളിലെത്തി നടപടി ആവശ്യപ്പെട്ട് ബഹളം വെച്ചിരുന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥലത്തെത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ മാനസികാവസ്ഥ അത് ആ ലെറ്റർ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാം ഇപ്പോൾ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാവും അതൊക്കെ കൂടെ, അതിൻ്റെ ഭാഗം തന്നെയാണത്. അതാണ് എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. 4 5 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെയാണ് അവർ ഷഫിൾ ചെയ്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. എൻ്റെ കുഞ്ഞെന്നോട് അത് പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെ ബസ് ഇറക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചതിന് നേരം എൻ്റെ മോള് എന്തുകൊണ്ടോ പറഞ്ഞില്ലായിരുന്നു. കുട്ടിക്ക് പരീക്ഷയിൽ 1.5 മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കടുത്ത പീഡനമാണ് സ്കൂൾ അധികൃതരിൽ നിന്നും ഏൽക്കേണ്ടി വന്നതെന്ന് പിതാവ് പ്രശാന്തും ബന്ധുക്കളും പറഞ്ഞു. അങ്ങനെ സൂചനയായിട്ട് തന്നിട്ടില്ല. അവൾ അന്ന് സ്കൂളിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനാണ് പോയത്. അപ്പോൾ സ്കൂൾ ബസ് ഇറങ്ങി ഉടനെ എന്നോട് പറഞ്ഞു, എന്നെ ഞങ്ങളെ ക്ലാസ് എല്ലാം ഷഫിൾ ചെയ്തു, എല്ലാവരും ഷഫിൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറേ കരഞ്ഞു എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ഷഫ്ലിങ് ആ ക്ലാസ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മാറ്റിയിട്ട്, സീറ്റൊക്കെയാണ് മാറ്റിയിട്ട് എന്നുള്ളതിൽ ചോദിച്ചു. അപ്പോൾ ഇവള് ഭയങ്കര ഡള്ളാണ്. അവളെ അനിയത്തിയും പറഞ്ഞു എന്നോട്, മന്ദോച്ചി ബസ്സിൽ നിന്ന് നല്ല കരയുന്നുണ്ടായിരുന്നു, കരഞ്ഞു, ക്ലാസ് മാറ്റിയെന്ന് എന്തിനാണെന്നറിയില്ല എന്ന് പറഞ്ഞു. ഇതുവരെ എത്തുന്നവരെ ഞാൻ അങ്ങനെ സംസാരിച്ചു, ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം, ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ എന്നുള്ള. അപ്പോൾ കൂടുതലായിട്ടും അങ്ങനെ അവളൊന്നും സംസാരിക്കുന്നില്ല, ഡള്ളായിട്ട് ഇരിക്കുക. പിന്നെ വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ട്യൂഷൻ എടുക്കുന്ന വീടിൻ്റെ മുകളിൽ തന്നെയാണ്, അപ്പോൾ തൊട്ട വീട്ടിലെ കുട്ടി തന്നെയാണ്. അപ്പോൾ അവൾ വന്ന് മേലെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു ചെയർ കാണുന്നില്ല. അപ്പോൾ ചെയർ ഇവിടുത്തെ ഒരു കസേര എവിടെ കാണാമല്ലോ, കസേര അവിടെ തന്നെ ഉണ്ടാവും, നോക്കുക പറഞ്ഞ് കസേര നോക്കാൻ വേണ്ടി അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. 9ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥിയുടെ സ്വന്തം കൈപ്പടയിൽ സ്കൂൾ മാനേജ്മെൻറ്റ് എഴുതി വാങ്ങിയതായും ഇവർ പറയുന്നു. ശരാശരിയിലും താഴെ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലേക്ക് ആശ്രിനന്ദയെ മാറ്റി ഇരുത്തിയതും ഇതിലൂടെ മറ്റു സുഹൃത്തുക്കളിൽ നിന്ന് കുട്ടിയെ അകറ്റിയതും കുട്ടിയെ സമ്മർദ്ദത്തിലാക്കി.
കരഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥിനി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സ്കൂളിൽ നിന്ന് ഇതുവരെ എന്നെ വിളിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരും വന്നോന്നറിയില്ല. ബോഡി കൊണ്ടുവന്നപ്പോൾ ആരെല്ലാം വന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതിനെ പറ്റിയിട്ട് എന്താണെന്നോ ഇതുവരെ ചോദിക്കാനോ പറയാനോ വന്നിട്ടില്ല. സ്കൂളിൽ ഇതേപോലെയാണ്. കഴിഞ്ഞ വർഷം ഒരു കുട്ടി വെള്ളിനേഴി ആണ് എൻ്റെ വൈഫിൻ്റെ വീട്. അവരെ തൊട്ട വീടിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ സെയിം ഏജുള്ള സെയിം ക്ലാസ്സിലെ കുട്ടി ഇതേപോലെ ഈ മാനസിക പ്രശ്നം പറ്റിയിട്ട് തന്നെയാണ് സെയിം ഇതേപോലെ ചെയ്തത് അവൾ. സ്കൂള് കുട്ടികളെ അത്രയും പ്രഷർ കൊടുത്തിട്ടും ഇതേപോലെ മാനസികാവസ്ഥയിലുമാണ്. പി ടി എ പാരൻസിന് സംസാരിക്കാനുള്ള ഒരു അവസരം പി ടി എ മീറ്റിങ്ങിൽ കൊടുക്കുന്നില്ല. പി ടി എ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് മെസ്സേജ് അയക്കും പി ടി എ മീറ്റിംഗ് എന്നും പറഞ്ഞിട്ട്. പി ടി എ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ പി ടി എ പ്രസിഡൻറ്റിനെ കാണാനോ പി ടി എ പ്രസിഡൻറ്റിനോട് സംസാരിക്കാനോ പരാതി പറയാനുള്ളൊരവസരം അവിടെ ഇതുവരെ കൊടുത്തതായിട്ട് എനിക്കറിവില്ല. ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുമില്ല. അതിന് എല്ലാ പാരൻസിനെയും വെച്ചിട്ട് അവരൊരു ക്ലാസ് മാതിരി സ്റ്റേജിൽ നിന്നിട്ട് ഒരാൾ പ്രസംഗിക്കും, ക്ലാസ് പോലെ പറയും. ഇതാണ് അവർ പി ടി എ മീറ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ആരോടെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും പരാതി പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരമല്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ അപ്പോയിൻമെൻറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ പ്രിൻസിപ്പാളുടെ അടുത്ത് പോയിട്ട് പറയണം. പക്ഷേ അവരുടെ അടുത്ത് പോയി പറഞ്ഞാലും അവർ അതിൻ്റേതായ മറുപടികളൊന്നും പറയലുമില്ല. അങ്ങനെ ജനറൽ ബോഡി കൂടിയിട്ട് എല്ലാ പാരൻസിനും മീറ്റിംഗ് വെച്ചിട്ട് അവർ വിളിക്കുന്നില്ല. വിളിച്ചാലും അവിടെ പി ടി എ പ്രസിഡൻറ്റിനൊന്നും ഇല്ല. പരാതി പറയാനുള്ളൊരവസരം കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ പി ടി എ മീറ്റിംഗ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ കണ്ട അനുഭവം ഇതാണ്. ഞാൻ ഇതിൻ്റെ മുമ്പേ പോയിട്ടില്ല. ഞാനിപ്പോൾ 5-6 മാസമായിട്ടുള്ളൂ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പി ടി എ മീറ്റിങ്ങിന് പോയപ്പോൾ അവർ ഒരു കൗൺസിലിംഗ് ക്ലാസ് പോലെ എല്ലാ പാരൻസിനെയും ഇരുത്തിയിട്ട് ഒരു ക്ലാസ് എടുക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. സാധാ സ്കൂളിലെ പി ടി എ മീറ്റിംഗ് പോലെയല്ല ഇവർ. അധ്യാപകർക്കും സ്കൂൾ ഭരണസമിതിക്കുമെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് പ്രശാന്ത് കുമാർ നാട്ടുകൽ പോലീസിലും പരാതി നൽകിയിരുന്നു. പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ ഒരു പ്രാവശ്യം മാർക്ക് കുറഞ്ഞതിന് അവളെ വിളിച്ച് ഇങ്ങനെ കുറഞ്ഞവരെയും ഫീസ് അടയ്ക്കാത്തവരെയും അവർ സെപ്പറേറ്റ് ലിസ്റ്റ് വെച്ചിട്ട് വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിച്ച് അകത്ത് പോയപ്പോൾ 3 ടീച്ചർമാരായിരുന്നു. എനിക്ക് പേര് ഒന്ന് സ്റ്റെല്ല ടീച്ചറാണ്, പിന്നെ വേറെ പേര് അറിയില്ല അവൾക്ക്. മോള് പറഞ്ഞു തന്നായിരുന്നു, മറന്നുപോയി. പ്രിൻസിപ്പളെ ഞാൻ ഒരു പ്രാവശ്യമാണ് പ്രിൻസിപ്പളെ നേരിൽ കാണാൻ പറ്റിയത്. പ്രിൻസിപ്പളെ കണ്ടപ്പോൾ പ്രിൻസിപ്പളും കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കുക, എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത്രയും അവളെ പേടിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകൊണ്ടാണ്, നിങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കൊണ്ടാണ് അവർ ചെയ്യാത്തത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പരാതിയായിട്ട് പോവുകയാണ് ഞാൻ. എന്നെക്കൊണ്ട് കഴിയുമ്പോൾ ഞാൻ പരാതിയായിട്ട് പോവും. എൻ്റെ 2 മക്കളാണ് അവിടെ പഠിച്ചിരുന്നത്. ഒരാൾ പോയി, അവരെ പീഡനം കാരണം പോയി. മറ്റേ കുഞ്ഞ് ഇനി അങ്ങോട്ട് പോവില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു കുഞ്ഞും ആ സ്കൂളിൽ നിന്ന് ഇതേപോലെ ആവാൻ പാടില്ല. എൻ്റെ വേദന ഇനിയൊരച്ഛനും അമ്മയും അനുഭവിക്കാൻ പാടില്ല. ഞാൻ പരാതിയായിട്ട് പോകും. പരാതി രാമ കൊടുത്തു. ഇവിടെ പോലീസ് സ്റ്റേഷന് നാട്ടുകല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുണ പോർട്ടൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീകൃഷ്ണപുരം സ്റ്റേഷനിലും കൊടുത്തിട്ടില്ല, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അയക്കും. അന്വേഷണം വേണം, കൃത്യമായ അന്വേഷണം വേണം. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കൃത്യമായ അന്വേഷണം വേണം. ഞാൻ അനുഭവിച്ച പോലെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരച്ഛനും ഒരമ്മയും അനുഭവിക്കരുത്. കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുന്ന സ്കൂളിൻ്റെ എല്ലാ കുട്ടികളെയും ഒരുപോലെ പഠിപ്പിക്കാനാണ്, വേർതിരിച്ച് കാണാതെ ഒരേപോലെ പഠിപ്പിക്കാം. അതിന് കേപ്പബിളായ ടീച്ചർമാരെ വെക്കണം. ടീച്ചർ എങ്ങനെ കുട്ടികളോട് പെരുമാറേണ്ടതെന്ന് അറിയാത്ത കുറേ ടീച്ചർമാരവിടെ ഉണ്ട്. അതെല്ലാം അന്വേഷണം വേണം. എല്ലാവരും കൃത്യമായി അന്വേഷിച്ച് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം.